അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ എല്ലാ വെള്ളിയാഴ്ചയും പവിത്രവും പരിശുദ്ധവുമായ ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഒക്കെ പഠിക്കാൻ അൽ ജവാബ് നിങ്ങൾക്ക് സമ്മാനിക്കുന്ന മനോഹരമായ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു ഈ പവിത്രമായ ഒരു വെള്ളിയാഴ്ചയിൽ നിങ്ങളോടിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ദിവസത്തിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അൽ ജവാബിന് മാത്രം കഴിയുന്ന പ്രത്യേകതയല്ലേ. നിങ്ങൾ ഏത് ദിവസത്തിലാണോ നിലകൊള്ളുന്നത് ആ ദിവസത്തിന്റെ മഹാത്മ്യം നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്ന് നിങ്ങളുടെ രാപ്പകലുകളെ ധന്യമാക്കാൻ കൂടെ നിൽക്കുന്നുണ്ട് ഈ പ്രോഗ്രാം. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. സൂറത്തുൽ മുസമ്മിലിലേക്ക് വരികയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂൻ വഹ്ജുറുഹും ഹജ്റൻ ജമീലാ. ഇവിടെ അള്ളാഹു പറയാണ്, ഉദപ്പിൽ നിന്ന് വിളിച്ചുണർത്തിയ മുത്തുനബിയോട്, രാത്രി ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ മുത്തുനബിയോട്, ഖുർആൻ ഓതണം ദിക്റ് ചൊല്ലണം എന്ന് പറഞ്ഞ മുത്തുനബിയോട്, പൊതുജനങ്ങളുടെ മധ്യത്തിൽ പോയി അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ട വലിയ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ മുത്തുനബിയോട് അള്ളാഹ് പറയുന്നുണ്ട്, വസ്ബിർ അലാ മാ യഖൂലൂൻ. നബിയെ, നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കും നബിയെ, കുറ്റപ്പെടുത്തും റസൂലെ, പരിഹസിക്കും നബിയെ, കല്ലെറിയും റസൂലെ, അതൊക്കെ നിങ്ങളെ ചെയ്താലും അള്ളാഹുവിന്റെ ഹബീബേ, വഹ്ജുറുഹും ഹജ്റൻ ജമീലാ. അവരെ നിങ്ങൾ നല്ലതുപോലെ ഒഴിവാക്കുക റസൂലെ. അവരെ പിന്നാലെ അങ്ങ് നടക്കണ്ട. എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ എറിഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തി, എന്നെ പരിഹസിച്ചു, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. വസ്ബിർ അലാ മാ യഖൂലൂൻ. അവർ അങ്ങയെക്കുറിച്ച് എന്താണോ പറയുന്നത് അങ്ങ് ക്ഷമിക്കുക. എന്തൊക്കെ പറഞ്ഞു? പേരറ്റുപോയവൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിന്റെ മക്കളൊന്നും വലുതായി, നിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആളില്ലല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞ് കളിയാക്കി. ജിബ്രീൽ ഇസ്ലാം കുറച്ചു ദിവസം വരാതിരുന്നാൽ നിന്റെ അള്ളായും മലക്കും പിണങ്ങിയോ എന്ന് ചോദിച്ചു പരിഹസിച്ചു. പൊട്ടിച്ചിരിക്കുമായിരുന്നു. മുത്തറസൂല് പോകുമ്പോ മാറിയിരുന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ആ രംഗമൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെന്ന് സങ്കല്പിച്ചു നോക്കി. കല്ലെറിയുമായിരുന്നു. എന്നിട്ട് പോലും അബൂജഹല് ഏത് സമയത്തും വാളും മിനിക്ക് മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഈ അബൂജഹലിന് പനി പിടിച്ച് കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ഇറങ്ങി ഓടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ്? അബൂജഹലിനെ ഒന്ന് കാണാൻ. സുഖമില്ലാതെ കിടക്കല്ലേ. അത്ഭുതപ്പെട്ടു പോവാണ് ലോകം. നമ്മളാണെങ്കിലോ നമുക്കൊരു കാര്യം ചോദിച്ചിട്ട് സഹായം ചെയ്തു തരാത്ത അയൽവാസിയുടെ വണ്ടി ഇടിച്ചു എന്ന് അറിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ പറയാം, അൽഹംദുലില്ലാഹ്, എന്റെ പ്രാർത്ഥന പടച്ചവൻ കേട്ടു എന്ന് പറയും, അല്ലെ? അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടായാൽ, അവരുടെ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയാൽ, അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അവരുടെ പ്രസവം അലസിപ്പോയാൽ ഒക്കെ നമുക്കാണ് സന്തോഷം. അപ്പൊ ഇത് എന്നിട്ട് നമുക്ക് റമളാനുണ്ട്, ഷഅബാനുണ്ട്, അൽ ജവാബുണ്ട്, ഔഷാദ് ബാക്കവിയുണ്ട്, പ്രസംഗമുണ്ട്, യൂട്യൂബ്, അതിന് കാര്യമില്ല. ഇതൊക്കെ വെറും അള്ളാഹുവിനെ പറ്റിക്കുന്ന പൊള്ളത്തരമായി പോകും. നമ്മൾ ഈ പറയുന്നതിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം.
ഈ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കിയെടുക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ അകത്തുനിന്ന് ഒരു ആട്ടിൻകുട്ടി ഇറങ്ങി ഓടി പുറത്തേക്ക്. രാത്രി സമയമായിരുന്നു. പുന്നാര ഹബീബിന് വേണ്ടി വിഭവം നല്ല രസമുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചു കഴിക്കാൻ. അതും കഴിച്ചിട്ടാണ് ആട്ടിൻകുട്ടി ഇറങ്ങി ഓടിയത്. അപ്പൊ സ്വാഭാവികമായും ആട് പോയതിലല്ല, ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ വിഭവം ആട് തട്ടിയെടുത്തുകൊണ്ട് പോയ ദേഷ്യം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. ഇതിന്റെ പിന്നാലെ ആയിഷ റളിയല്ലാഹു തആല ഓടുമ്പോ അള്ളാന്റെ ഹബീബ് വിളിച്ചു പറഞ്ഞത്, ആയിഷ, ഈ രാത്രി ഇങ്ങനെ അതിനിട്ട് ഓട്ടിക്കുമ്പോ അയൽവാസികളുടെ ഉറക്കത്തെ അത് ബാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ പ്രതിസന്ധികളെയും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. വസ്ബിർ അലാ മാ യഖൂലൂൻ, അള്ളാന്റെ റസൂലെ അവർ പറയുന്ന വിഷയത്തിൽ അങ്ങ് സഹിക്കുക, അങ്ങ് ക്ഷമിക്കുക. അപ്പൊ ഈ പ്രസംഗത്തിനൊക്കെ പോകുന്ന ഞങ്ങളെയൊക്കെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറയുന്നു. ഒരു 10,000 ആളുകൾ പ്രസംഗം കേൾക്കാൻ വന്നാല് പ്രസംഗം കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അതിൽ കുറച്ചുണ്ടാവും, പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുറച്ചുണ്ടാവും, പരീക്ഷിക്കാനും നമ്മളെ നിരീക്ഷിക്കാനും വരുന്ന ആൾക്കാർ കുറച്ചുണ്ടാവും. ഇത്രയും ആളുകൾ മരിക്കുന്നത് വരെ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് ഈ പ്രസംഗിക്കുന്ന ആൾ വിശ്വസിക്കാൻ പാടില്ല. ഈ ആളുകളൊക്കെയും നമ്മുടെ പ്രതിപക്ഷമാണ്. നമ്മളുടെ ചെറിയൊരു ന്യൂനത കണ്ടാൽ കുറ്റം പറയുന്നവരാണ്. ഇനി നല്ലതിനെ പോലും നാളെ കുറ്റം പറയാനുള്ളവരാണ്. ഇതൊക്കെ പല സ്ഥലത്തു നിന്ന് സോഷ്യൽ മീഡിയ എന്ന് വരും, പൊതുജനങ്ങളുടെ മുഖത്തു നിന്ന് വരും, നേരിട്ട് പറയും, ഒക്കെ പറയും. പക്ഷെ വസ്ബിർ അലാ മാ യഖൂലൂൻ, നമ്മൾ സത്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതിന് പ്രതികരിച്ച് അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ അതിനൊന്നും പോകരുത്. അള്ളാന്റെ റസൂലിനോട് പറയുന്ന അബൂജഹൽ കല്ലെറിയും, ക്ഷമിക്കുക. അബൂലഹബ് ചീത്ത വിളിക്കും, ക്ഷമിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന ശത്രുക്കൾ നിങ്ങളെ ഭ്രാന്തനെന്ന് മുറവിളി കൂട്ടും, ക്ഷമിക്കുക. വസ്ബിർ അലാ മാ യഖൂലൂൻ വഹ്ജുറുഹും ഹജ്റൻ ജമീല, നല്ല ഭംഗിയായിട്ട് അവരെ ഒഴിവാക്കാൻ പറഞ്ഞാൽ അവരെ ചീത്ത വിളിച്ച് നീ പോടാന്ന് പറയാൻ പാടില്ല. അവരെ നമ്മൾ വൃത്തിയായിട്ട് തന്നെ, അവർക്ക് പിണക്കമില്ലാത്ത രീതിയിൽ തന്നെ അവരെ മാറ്റിവെക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പടച്ചറബ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാനുള്ള സമയമല്ല. എല്ലാം പൊരുത്തപ്പെട്ട്, എല്ലാം സഹിച്ച്, എല്ലാം ക്ഷമിച്ച്, എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഹലോ, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ, ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അസ്സലാമു അലൈക്കും.
കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണ്. നിലവിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഹജ്ജിന് പോകണമെന്ന അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഹജ്ജിന് പോകുവാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇപ്പോൾ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ അടുത്ത സമയത്തൊന്നും ഹജ്ജിന് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യുക ഉസ്താദ്? ചോദിച്ചിരിക്കുന്നത് ഹുസൈനാനാണ്, കാസർഗോഡ് നിന്ന്. ഇതാണ് നമ്മൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന പ്രശ്നം. അള്ളാഹു ഒരു അവസരം തന്നാൽ ആരോഗ്യം, സമ്പത്ത്, വഴി ഇതൊക്കെ അള്ളാഹു ഒരുക്കി തന്നിട്ട് നാം പിന്നീടാകട്ടെ, വയസ്സാകട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ, മക്കളൊക്കെ ചെറുമക്കൾ ഉണ്ടാകട്ടെ, അവരുടെ കല്യാണം കഴിയട്ടെ, അങ്ങനെ പറഞ്ഞു ദുനിയാവിന്റെ എല്ലാ ആഗ്രഹങ്ങളും തീർന്ന് അവസാനം ഇനിയൊന്ന് ഹജ്ജിന് പോലെ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ കൊറോണ വന്നു, മക്കത്ത് ആളെ കയറ്റുന്നില്ല, അവിടെയും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അവിടെയും പ്രയാസങ്ങൾ വരുന്നു, അങ്ങനെ നീണ്ടുപോകും. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ നാം ദുഃഖിക്കേണ്ടി വരുന്നതിന്റെ മറ്റൊരു തെളിവാണ് ഈ ചോദ്യം. നമ്മൾ ആലോചിക്കണം, എത്രയോ അർഹതപ്പെട്ടവർ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറയും ചെയ്തിട്ടില്ല, മക്ക കണ്ടിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഫാമിലിയായി എത്രയോ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു, യാത്രകൾ നടത്തി, അടിച്ചു പൊളിച്ചു, ആനന്ദ നൃത്തം ചവിട്ടി. അള്ളാന്റെ പുണ്യഭൂമിയിലൊന്ന് കാലുവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന ചില അവസരങ്ങളാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഹജ്ജിന്റെ കൂലിയൊന്നും കിട്ടില്ല. ഹജ്ജിന് പോയെങ്കിൽ മാത്രമേ അതിന്റെ കൂലി കിട്ടൂ. അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങളും ദുആ ചെയ്യുക. ആഹാര സാധനങ്ങൾ നിന്നും നടന്നും ഒന്നും കഴിക്കുവാനും കുടിക്കുവാനും പാടില്ല എന്നാണല്ലോ. എന്നാൽ ഗുളികയും മരുന്നുകളുമൊക്കെ നിന്നും നടന്നും കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് ഫാസിലാണ്, കണ്ണൂരിൽ നിന്ന്. എന്ത് സാധനം നമ്മുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് പോകുന്നുവോ അത് അള്ളാഹു തന്ന നമുക്ക് തന്ന ഒരു നിഅമത്തും ബറക്കത്തുമാണ്. ഇരുന്ന് സാവകാശം അതിന്റെ ഗുണഗണങ്ങൾ ശരീരത്തിന് ലഭിക്കണം, അങ്ങനെ നമ്മൾ കഴിക്കണം. മരുന്നാണെങ്കിലും ഗുളികയാണെങ്കിലും ആഹാരത്തെക്കാൾ പ്രാധാന്യത്തോടുകൂടി അത്ര അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. കാരണം നമുക്ക് രക്ഷപ്പെടണ്ടേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭവ്യതയിൽ വേണം ഇരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു. ഇതിനൊരു ശക്തിയില്ല പടച്ചോനെ, നിനക്കാണ് ശക്തി. പക്ഷെ ഈ മരുന്ന് കൊണ്ടൊരു ശരീരത്തിനുണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ നിന്റെ സഹായം കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തരണം. പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണം. ക്യാൻസർ രോഗിക്ക് ഇപ്പൊ മരുന്ന് എഫക്റ്റ് ചെയ്യാത്തത് മനസ്സിന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ്, മരുന്നിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ മനസ്സിന് ധൈര്യം തരേണ്ടത് അള്ളാഹുവാണ്. ശരീരത്തിൽ എഫക്റ്റ് ആകുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ ഇണക്കേണ്ടത് പടച്ചവനാണ്. ആ രീതിക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയും ഇരുന്നു കൊണ്ട് സാവകാശം അള്ളാഹുവിൽ തവക്കുലാക്കി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ചില ചരിത്രങ്ങളിൽ മഹാരഥന്മാരെല്ലാം മണിക്കൂറുകളോളം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. സുജൂദിൽ കൃത്യമായി പറയുന്ന പ്രാർത്ഥനകളല്ലാതെ മറ്റ് എന്ത് പ്രാർത്ഥനകളാണ് ഇവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത്? നമുക്ക് സുജൂദിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകൾ ഉസ്താദ് ഒന്ന് പറഞ്ഞു തരുന്നു. ചോദിച്ചിരിക്കുന്ന തസ്നിയാണ്, തസ്നി മുബാറക്ക്, കുളത്തൂപ്പുകളുണ്ട്. സാധാരണ ഒരുപാട് പേരുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സുജൂദിൽ കിടന്നുള്ള പ്രാർത്ഥന. നമുക്കറിയാം സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദി മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഫർദ് നിസ്കാരത്തിൽ അങ്ങനെ മതി. പക്ഷെ സുന്നത്ത് നിസ്കാരത്തിന്റെ സുജൂദിൽ ധാരാളം പ്രാർത്ഥനകൾ. നമ്മളിപ്പോൾ അൽ ജവാബിലൂടെ പഠിച്ച പ്രാർത്ഥനകൾക്ക് കണക്കുണ്ട്. എത്ര വർഷമായി നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയിട്ട് നമ്മുടെ ഡയറികളിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ അധികവും ഖബർ, മരണം, പരലോകം, നരകം, സ്വർഗം, വിചാരണ, ഹൗദുൽ കൗസർ, ശഫാഅത്ത്, അങ്ങനെ തുടങ്ങിപ്പോകുന്ന നീണ്ടുപോകുന്ന ഒരുപാട് വലിയ വലിയ അത്ഭുതങ്ങൾ. ഈ പ്രാർത്ഥനകളൊക്കെയും നമുക്ക് എത്രത്തോളം മനഃപ്പാടമാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥനകൾ പഠിച്ച് സുന്നത്ത് നമസ്കാരത്തിന്റെ സുജൂദിൽ തീർച്ചയായിട്ടും നമുക്ക് കരഞ്ഞ് കണ്ണീരോടെ അള്ളാഹുവിലേക്ക് പറയാവുന്നതാണ്.
എന്റെ 5 വയസ്സുള്ള ഒരു മകൻ പെട്ടെന്ന് പനി വരികയും 3 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് മരണപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് മാനസിക വിഷമം കൊണ്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഞാൻ മനസ്സിൽ എന്തൊക്കെയോ കരുതുകയും പറയുകയും ഒക്കെ ചെയ്തു. പിന്നീടാണ് ക്ഷമിക്കണമെന്നും സഹിക്കണമെന്നും അൽഹംദുലില്ലാ പറയണമെന്നുമൊക്കെ എനിക്ക് തോന്നിയത്. ആ വിഷമത്തിൽ ഞാൻ കരഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിൽ സമാധാനമില്ല ഉസ്താദേ. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ലെറ്റർ അയച്ച് ചോദിച്ചത് ഹദീജ ബീവിയാണ്, പാലക്കാട് നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഇഷ്ടപ്പെട്ടിരുന്ന 3 കാര്യം: കൺകുളിർമ, നിസ്കാരത്തിലെ കൺകുളിർമ, നിസ്കാരത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക കുളിർമ മറ്റുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടം. രണ്ടാമത് അത്തർ, സുഗന്ധം, പുന്നാര ഹബീബിന് വലിയ ഇഷ്ടം. മൂന്നാമത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഉമ്മ, പെങ്ങള്, ഭാര്യ, മകള്, ഈ മേഖലയിലൊക്കെയും അത്ഭുതകരമായ സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അല്ലാതെ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീലംബണൻ എന്ന രീതിയിലുള്ള ഇഷ്ടത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ ഉമ്മയെ വെറുക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അധികം അധപ്പതിച്ചവനാണ്. അതുപോലെ ഭാര്യ അടിക്കുക, ഭാര്യ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവര് തിരിച്ചടിക്കൂല, അതുകൊണ്ട് അവൻ വലിയ മിടുക്കൻ, അതൊക്കെ വളരെ മോശമാണ്. സ്ത്രീയുടെ എല്ലാ മേഖലകളും ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ബഹുമാനിച്ചു. സുഗന്ധം ഏറ്റവും അധികം റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടു. സുഗന്ധം ഒരു മനുഷ്യൻ പുരട്ടിയാൽ അവന്റെ ദുഃഖം മാറും, അവന് ബുദ്ധി കൂടും, അവന്റെ വിഷമങ്ങളൊക്കെ നീങ്ങും. ഭയങ്കര സംഭവങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ നിസ്കാരത്തിലെ കൺകുളിർമ, അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. കിട്ടിയാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ കുളിർമയാണ്. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉണർവ്, ആ സമയത്ത് കിട്ടുന്ന ഒരു കുളിർമ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ 3 ഇഷ്ടങ്ങളെയും ഒരു വിശ്വാസി തന്റെ ജീവിതത്തിനോട് ചേർത്ത് വെച്ച് വായിക്കുകയും പഠിക്കുകയും ആ ഇഷ്ടങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ നമസ്കാരങ്ങളിൽ ഈ അടുത്ത സമയത്താണ് വജ്ജഹത്ത് ഓതി തുടങ്ങിയത്. ഇത്രയും കാലം ചെയ്ത നിസ്കാരങ്ങളിൽ ഒന്നും തന്നെ വജ്ജഹത്തോ ഫാത്തിഹയ്ക്ക് മുൻപ് ഓതിയിരുന്നില്ല. ആ നമസ്കാരങ്ങളിൽ വജ്ജഹത്തുവിന്റെ കൂലി കിട്ടുവാൻ ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ? ചോദിച്ചിരിക്കുന്ന അബ്ബാസാണ്, വടയിലാണ്. വജ്ജഹത്തു എന്നത് ഹൈആത്ത് സുന്നത്തുകളിൽപ്പെട്ടതാണ്. സുന്നത്ത് 2 വിഭാഗമാണ്: ഹൈആത്ത് സുന്നത്ത്, അബ്ആദ് സുന്നത്ത്. അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സുജൂദിലൂടെ, സഹുവിന്റെ സുജൂദിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ഹൈആത്ത് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. നമസ്കാരത്തിന്റെ പരിപൂർണതയ്ക്ക് ഹൈആത്ത് സുന്നത്തും അബ്ആദ് സുന്നത്തും ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഈ വജ്ജഹത്തു എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു, അത് ഓതിയില്ലായിരുന്നു. നേരെ കൈകെട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതി പോവാം. പക്ഷെ അതിൻ്റെ ഒരു ഭംഗിയും ഹുർമത്തും എന്നൊക്കെ പറയുന്നത് പരിപൂർണമായും പാരായണം ചെയ്യലാണ്. അപ്പൊ ഇനിയുള്ള നമസ്കാരങ്ങളിൽ വജ്ജഹത്ത് ഓതുക എന്നതല്ലാതെ കഴിഞ്ഞ നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങളുടെ വജ്ജഹത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇനി പുറകിലേക്ക് നടക്കണമെന്നില്ല. അത് കഴിഞ്ഞു. ഇനിയുള്ള നമസ്കാരങ്ങളിൽ ഒരു ദിക്റും ഒരു സുന്നത്തും നഷ്ടപ്പെടുത്താതെ പരിപൂർണമായി ചെയ്ത് പഴയതിൽ സംഭവിച്ച വീഴ്ചകൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് 5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും കൃത്യമായി എല്ലാ മാസവും എനിക്ക് ഇത്ര രൂപ അതിന് ലാഭവിഹിതമായി തരണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് പലിശയാകുമോ അതോ ബിസിനസ് ആകുമോ? ചോദിച്ചിരിക്കുന്ന താജുദ്ദീൻ, കൊല്ലപ്പെട്ടു. നമ്മളൊരാൾക്ക് ക്യാഷ് കൊടുത്തിട്ട് കൃത്യമായും ഇതിന്റെ ലാഭം നിങ്ങൾ കച്ചവടത്തിലിടുകയോ നിങ്ങൾ എന്ത് ചെയ്യുകയോ എനിക്കറിയണ്ട, മാസാമാസം എനിക്ക് ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരാണ് പച്ച മലയാളത്തിൽ പലിശ എന്ന് പറയുന്നത്. അയാളെ പലിശക്കാരനെന്ന് വിളിക്കുന്നില്ല, അയാളെ ബ്ലേഡുകാരനെന്ന് വിളിക്കുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു 10 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തരാം, എനിക്ക് മാസാമാസം കൃത്യമായി ഇത്ര രൂപ തരണം എന്ന് ഒരു നിർബന്ധം പറഞ്ഞാൽ അതാണ് ഈ കൊടുത്ത പൈസയുടെ പലിശ. കാരണം ഇത് പലിശയാകാതിരിക്കണമെങ്കിൽ ഇതിന് ഏറ്റക്കുറച്ചിലുകൾ വരണം. ഈ മാസത്തെ ബിസിനസ്സിൽ ഇത്ര രൂപയാണ് നമുക്ക് വന്നത്, ഇത്ര രൂപയേ ഉള്ളൂ. കഴിഞ്ഞ മാസം 5000 തന്നു, പക്ഷേ ഇപ്രാവശ്യം 4000 ഉള്ളൂ, ബിസിനസ് കുറവായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ ഇയാൾക്ക് സാധിക്കണം. അതല്ല 5000 തന്നെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അവിടെ കച്ചവടം നടന്നാലും പൊളിഞ്ഞാലും 5000 കിട്ടിയേ പറ്റും. ഇത് പലിശയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ഒരു ഇടപാട് നടത്താൻ പാടില്ല. അത് ബിസിനസ് ആകില്ല. ബിസിനസ് ആകണമെങ്കിൽ എൻ്റെ ഈ 10 ലക്ഷം രൂപ നിങ്ങളുടെ സ്വർണ്ണക്കടയിൽ
നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് നിങ്ങൾ ഇട്ടിട്ട് അതിന്റെ ലാഭത്തിൽ നിന്നും 10 ലക്ഷം രൂപ തന്ന എനിക്ക് എത്ര പങ്കാണ് കിട്ടുക, ആ പങ്ക് ഇന്ന് ഇത്രയും കച്ചവടം നടന്നു ഈ മാസം, അപ്പൊ ഇത്ര ലാഭം, ഇത്ര കച്ചവടമേ നടന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ആ രീതിയിലാണെങ്കിൽ മാത്രമാണ് ബിസിനസ് കച്ചവടം ഹലാലാവുന്നത്. മറ്റത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കച്ചവടത്തിന്റെ ലാഭമാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടതും തരേണ്ടതും ആ ലാഭമാണ്. സൂര്യോദയത്തിന്റെ സമയം വീട്ടിൽ ഉറങ്ങിയാൽ അന്നത്തെ ദിവസത്തിന്റെ ബർക്കത്തുകൾ മുഴുവൻ ഉയർത്തപ്പെടും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആർത്തവ രക്തം പുറപ്പെടുന്ന സുബഹി നിസ്കരിക്കൽ ബാധ്യതയല്ലാത്ത സ്ത്രീ ആ സമയത്ത് കിടന്നുറങ്ങിയാൽ അവർക്ക് ഈ നിയമം ബാധ്യതയാകുമോ? ചോദിച്ചിരിക്കുന്നത് സ്വാലിഹ ബഷീറാണ്, വെമ്പായത്തിൽ. വളരെ പഠനാർഹമായ മനോഹരമായ മറ്റൊരു ചോദ്യമാണിത്. അൽഹംദുലില്ലാ. ഈ സുബഹിന്റെ സമയം എഴുന്നേൽക്കുക എന്നത് ഒരു വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. സുബഹി ബാങ്കിന്റെ സമയത്ത് എഴുന്നേക്കാൻ നമുക്ക് കഴിയാവുന്നത് വലിയ തൗഫീഖ്. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത് നേരത്തെ ഭക്ഷണം കഴിക്കുക, ഇശാ നിസ്കരിക്കുക. ഇശാവിന് മുമ്പ് ഭക്ഷണം കഴിക്കാനാണ് മുത്തറസൂൽ പറഞ്ഞത്. നമ്മൾ പാതിരാ സമയത്ത് 2 മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുക. ഇശാന് മുമ്പ് ഭക്ഷണം കഴിക്കുക, ഇശാ നിസ്കരിക്കുക, ഉറങ്ങുക. അതാണ് രാത്രിയിലെ പണി. സുബഹിക്ക് നേരത്തെ ഉണരുക, നേരത്തെ കുറെ ഖുർആനോദി, കുറെ ദിക്ർ ചൊല്ലി, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്തൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങളും വലിയ അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം തരും. അപ്പോ ഈ സുബഹിന്റെ സമയത്ത് ഉണരുന്നവർക്ക് ആർത്തവ രക്തം പുറപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവർ ഉണർന്നില്ലെങ്കിൽ അതിൻ്റെതായ കുറവ് അവരുടെ വീട്ടിലുണ്ടാവും. ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ബറക്കത്ത് പൂർണ്ണമായും നഷ്ടപ്പെടും അന്നേ ദിവസത്തെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരീരശുദ്ധി ഇല്ലെങ്കിലും സുബഹിന്റെ സമയത്ത് ഉണരുക, വൃത്തിയാവുക. ആ സമയത്ത് അന്തരീക്ഷത്തിൽ അള്ളാഹു ആ സമയത്ത് ബറക്കത്തിറക്കും, റഹ്മത്തിറക്കും. അതൊക്കെയും നേടിയെടുക്കാൻ, അതൊക്കെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കരുണക്കടലായ പടച്ചറബ് നമ്മുടെ ഈ മജ്ലിസിന് അല്ലാഹു ഖബൂലിയത്ത് തരട്ടെ.
ചോദ്യങ്ങൾ എഴുതി അറിയിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാ സംരക്ഷണവും, എല്ലാ കാവലും, എല്ലാ പൊരുത്തവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരമാണ്. ബഹുമാനായ അബ്ദുൽ ലത്തീഫ് സാഹിബ്, മാഷാ അല്ലാഹ്, അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാനിയ ഹിഫ്ദ് ഖുർആൻ കോളേജ് ഉണ്ട്, ഒരു ചെറിയ സ്ഥാപനമാണ്. അവിടുത്തെ എല്ലാ മാസത്തെയും കറണ്ട് ബില്ലൊക്കെ അടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അള്ളാഹു സമ്പത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം. അൽഹംദുലില്ലാ, ഒരുപാട് ഉന്നതങ്ങൾ കൈവരിക്കാൻ നസീറുദ്ദീൻ സാഹിബിനും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ബിസിനസ്സിൽ അള്ളാഹു പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയാനും പുതിയ വിജയതീരങ്ങൾ നേടിയെടുക്കാനും ഈ പ്രോഗ്രാമിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു വഴി തെളിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥന, നമുക്കറിയാം എല്ലാ മക്കളും നോമ്പ് പിടിക്കുമ്പോൾ, എല്ലാ മക്കളും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഖുർആനൊക്കെ ഓതുമ്പോൾ നമ്മുടെ മക്കൾ മാത്രം ഇങ്ങനെ രാത്രി വൈകി വരുന്നു, ലഹരി ഉപയോഗിക്കുന്നു. പാതിരാത്രി ഉമ്മ തഹജ്ജുദിന് എഴുന്നേറ്റ് മോന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ അവിടെ വെട്ടവും വെളിച്ചോണ്ട് ലാപ്ടോപ്പിന്റെ മുന്നിൽ അവൻ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടാവും, തലയിലൊരു സാധനവും വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന മോന്റെ വീടിനകത്ത് തന്നെ ബോക്സിൽ DJ ഒക്കെ ഇങ്ങനെ ഓണായി കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഉമ്മച്ചി വന്നിട്ട് ഇങ്ങനെ ഓഫാക്കും. അപ്പൊ ഉമ്മ കരഞ്ഞിട്ട് ഇങ്ങനെ പറയും, പടച്ചോനെ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു മുതലിനെയാണല്ലോ റബ്ബേ നീ തന്നത്. അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നവർക്ക് ഈ മാസത്തിൽ നിങ്ങളുടെ മക്കളെ നന്നാക്കിയെടുക്കാനും നിങ്ങൾ നന്നാവാനുമുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ജഅൽ ഔലാദനാ സ്വാലിഹീൻ വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. രണ്ട് വരി ദുആ. അർത്ഥം നമുക്ക് എത്ര വരിയിൽ എഴുതിയാലും തീരില്ല. അല്ലാഹുമ്മ ജഅൽ ഔലാദനാ സ്വാലിഹീൻ, പടച്ചോനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം. സ്വാലിഹ് എന്ന് പറയുമ്പോൾ എല്ലാ സ്വലാഹിയത്തും, നിസ്കാരം, പുഞ്ചിരി, സ്വതക്ക, വൃത്തി, ശുദ്ധി എല്ലാം, അത് മുടിയിൽ, വസ്ത്രത്തിൽ, വേഷത്തിലൊക്കെ ഉണ്ടാവണം. അല്ലാഹുമ്മ ജഅൽ ഔലാദനാ സ്വാലിഹീൻ വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങളെ മോ മാത്രം നന്നാകാൻ വേണ്ടി ദുആ ചെയ്താൽ പോലെ വാപ്പായി നന്നാകണമല്ലോ. അപ്പൊ വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ, ഞങ്ങളെ നീ നിന്റെ സച്ചരിതരായ അടിമകളിൽ ചേർക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽ ഔലാദനാ സ്വാലിഹീൻ വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. പ്രാർത്ഥനയിൽ ഞങ്ങളെ മറക്കരുത്. കൂടെ MK ഫാബ്രിക്സിനും ദുആ ചെയ്യണം. വളരെ വലിയ ഒരു സംരംഭമാണ് അവർ നടത്തുന്നത്, ചെറിയൊരു കടയൊന്നുമല്ല. കൊല്ലത്തിന് ഒരിക്കലും മറക്കാനാകാത്ത വിധമുള്ള അഡ്രസ് MK ഫാബ്രിക്സിനുണ്ട്. അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവിടെ പോയവർക്കറിയാം. തീർച്ചയായിട്ടും അൽ ജവാബിന്റെ പ്രേക്ഷകരായി സംഘങ്ങൾ അവിടെ കയറി ഇറങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ, ഈ പരസ്യത്തിലെ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ഞങ്ങൾ അൽ ജവാബ് കണ്ടിട്ട് വരികയാണ്, മോളെ നിക്കാഹാണ്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ഡ്രസ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വീകാര്യത തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടപെടലിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നിസാർ സാഹിബിനും ഷറഫുദ്ദീൻ സാഹിബിനും ഒക്കെ അതിന് കരുത്തുറ്റ നേതൃത്വം കൊടുക്കാൻ ഇനിയും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം എഴുതി അറിയിക്കുക. അൽ ജവാബ് AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർ കുണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ അൽ ജവാബിന് ഈ വിനീതനും കൂടെയുള്ളവർക്കും ഇടം നൽകണമേ എന്നറിയിച്ച് അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.